അവൻ നടന്ന അതേ വഴി ഇടയ്ക്ക് നമ്മൾ നടക്കുമ്പോൾ നിങ്ങൾ പതറരുത്. കാര്യം അവരാ ഉടമ്പടി ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോണത്. അവർ ഉടമ്പടി ഉറച്ചു നിന്ന് പോകുമ്പോൾ ഇതിനിടക്ക് ഈ ഒരു വീട് കിട്ടിക്കഴിഞ്ഞ് എന്താണ് അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ എന്താ വേണ്ടത്? എൻ്റെ അപ്പനെയും അമ്മനെയും എന്നെയും എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും സംരക്ഷിച്ചല്ലേ? ഉറപ്പല്ലേ? കോണി കാണിച്ചു കൊടുത്ത് സംരക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നില്ലേ? അതുറപ്പല്ലേ? രണ്ടാമതായത് ഇത് ഞങ്ങൾക്കൊരു വീട് വേണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങണ്ടേ? ഇത് അപകട മേഖലയാണ്. ഇവിടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പുതിയ വീട് വെച്ചാൽ ഇന്നലെ നാളെ പിന്നെ ഉരുൾപൊട്ടും. അതുകൊണ്ട് അമ്മയ്ക്ക് ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകണം. അതിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കണം മുഴുവൻ. അങ്ങനെ അപ്പനെയും അമ്മനെയും കുഞ്ഞിനെയും എല്ലാം ഇവിടുന്ന് പറിച്ചുകൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഉടമ്പടി പ്രകാരം അവരെ റീസ്റ്റേറ്റ് ചെയ്യും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതായത് ഇനി ഇത് നമ്മൾ ഈ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണമാകുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയുകയാണ് ചെയ്യണത്. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ദൈവം ചെയ്യണത് എന്താണ്? ദൈവത്തെ ഇത്രയും നാൾ നമ്മൾ അറിഞ്ഞതൊരു അറിവല്ല, ഉടമ്പടി പ്രകാരമായ ദൈവത്തിൻ്റെ പൂർണ്ണതയുടെ അറിവിലേക്ക് നമ്മളെ കൊണ്ടുവരികയും. അതുകൊണ്ടാണ് യോഹന്നാൻ 1 യോഹന്നാൻ 1 വായിച്ചേ. 1 യോഹന്നാൻ 2:5-6 വായിച്ചേ. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. ഇതിനകത്ത് വരുന്നൊരു വിഷയം കണ്ടില്ലേ? നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും, ഞാനെപ്പോഴും പറയും ഇത് ബൈലാറ്ററലാണ്, ഉഭയകക്ഷിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇതിൻ്റെ 2 സംഭവമാണ്. ഇപ്പം ദൈവസ്നേഹം നമ്മളിൽ നമ്മുടെ സങ്കടങ്ങളിലും ക്ലേശങ്ങളിലും വിശ്വാസം കളയാതെ നമ്മൾ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾ അവനെ അറിയുന്നു. പിന്നെ എന്താണ്? നമ്മൾ അവനിൽ വസിക്കുന്നു. മനസ്സിലായില്ലേ? അതായത് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 15:4 യോഹന്നാൻ 15:4 നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. പിന്നെ പ്രാർത്ഥിച്ചേ യോഹന്നാൻ 15:4 നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഈ ഞാൻ നിങ്ങളിൽ വസിക്കണം എന്ന് പറഞ്ഞ 2ാമത്തെ ക്ലോസാണ്, ആദ്യത്തെ ക്ലോസ് അല്ല. ഞാൻ നിങ്ങളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 2ാമത്തെ ഓപ്ഷനാണത്, അത് ആദ്യത്തേതല്ല. ആദ്യത്തെ എന്താ? നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ ദൈവം വസിക്കുന്നൊരു കാര്യമില്ല. ആദ്യത്തെ എന്താണ്? ഈശോ എന്താ പറയുക? ഞാൻ നിങ്ങളിൽ വസിക്കും, പിന്നെ നിങ്ങൾ എന്നിലും വസിക്കുമെങ്കിൽ. അതായത് എന്താ പ്രോബ്ലം ചെയ്യണത്? ആദ്യം ചെയ്യേണ്ടത് ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ദൈവത്തിൽ വസിക്കണം. ഇവിടെയാണ് വിഷയം വന്നത്. ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് ഈ വിഷയമാണ്. വൈ വി ഷുഡ് ടേക്ക് കവനന്റ്. അതെന്താ കാര്യം? എന്തിനാണ് നിങ്ങൾ കവനന്റ് ഉടമ്പടി എടുക്കുന്നത്? ഏറ്റവും പ്രസാദനം അതുപോലെ തന്നെ കല്യാണം കഴിക്കാനോ പീഡിപ്പിക്കാനോ ഒന്നുമല്ല. അത് നമ്മുടെ ഒരു ദൈവം അങ്ങനെയല്ല കാണുന്നതിനെ. എന്തിനാണ് നമ്മൾ കവനന്റ് എടുക്കുന്നത്? ദൈവം നമ്മളിൽ വസിക്കാൻ. ദൈവം നമ്മളിൽ എങ്ങനെ വസിക്കും? ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണമാകുമ്പോഴേ. ദൈവസ്നേഹം നമ്മൾ എങ്ങനെ പൂർണ്ണമാകും? ദൈവത്തിൻ്റെ വചനം നമ്മൾ പാലിക്കുമ്പോഴേ. യു ഗോട്ട് ദ പോയിന്റ്? ക്ലിയർ അല്ലേ? അതാണത് വായിക്കേണ്ടത്. അതായത് നമ്മൾ ഉടമ്പടി എടുക്കണം എന്തിനാണ്? ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ പാലിക്കാൻ. എന്തിനാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ച് ജീവിക്കണത്? ദൈവസ്നേഹം നമ്മളിൽ പൂർണ്ണമാകാൻ. ദൈവസ്നേഹം നമ്മൾ എന്തിനാണ് പൂർണ്ണമാകണത്? ദൈവത്തിന് നമ്മളിൽ വസിക്കാൻ. എന്തിനാണ് ദൈവം നമ്മൾ വസിക്കണത്? നമ്മളിൽ ദൈവം വസിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസ് ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല ചില സമയത്ത്. എന്താ കാര്യം? നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. അറിയണേ എന്താണ്? കൊച്ചു മരിക്കും, അതേ അറിയാൻ പറ്റത്തുള്ളൂ. എത്ര നിങ്ങൾ പഠിച്ചാലും മാക്സിമം അറിയാൻ പറഞ്ഞത് എന്താണ്? ഈ മരുന്ന് പിടിച്ചില്ലെങ്കിൽ കൊച്ചു മരിക്കും. അതാണ് മാക്സിമം അറിയാവുന്നത്. അതുകൊണ്ട് പൗലോസ് പറയണത് അറിയാമെന്ന് പറയുന്നവനൊരു ചുക്കും അറിയാൻ പറ്റുന്നു.
അറിയാമെന്ന് വിചാരിക്കുന്നവൻ. വല്ലാണ്ട് അഹങ്കാരം വരണത് അറിവാണല്ല, അറിവ് അഹങ്കാരം ജനിപ്പിക്കുമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറിവുള്ളവന് അറിയേണ്ടത് അറിയണില്ലെന്നും പൗലോസ് പറഞ്ഞു. പൗലോസാണ് ഇതെല്ലാം എല്ലാത്തിനും ജാക്കി വെച്ചിരിക്കണ പൗലോസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അഹങ്കാരങ്ങളുടെ എല്ലാ തലക്കൊയ്മയ്ക്കും പാടാണ്. അത് ചെയ്താൽ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ക്യൂർ ഓഫ് മിഷൻ എന്ന് പറഞ്ഞത്. അതാണ് അത് ചെയ്ത പത്രത്തിൻ്റെ പക്ഷേ പ്രവർത്തനത്തിലൂടെയാണല്ലോ വിശ്വാസ കൈമാറ്റം കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കണത്. അതാണല്ലോ ഏറ്റവും വലിയ മിഷൻ. ആരെ ജ്ഞാനസ്നാനപ്പെടുത്താനോ മതപരിവർത്തനം ചെയ്യാനല്ല. ദൈവം ലോകം അറിയേണ്ട ഒരാളാണ് ക്രിസ്തു. കാര്യം ക്രിസ്തു എല്ലാവർക്കും ആശ്വാസത്തിനും സൗഖ്യത്തിനും ആത്മരക്ഷയ്ക്കും വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനമാണ്. അത് നമ്മൾ മനസ്സിലാക്കാനും ആശ്വാസം പ്രാപിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. ആ എല്ലാവരുടെയും അവകാശങ്ങളെ മാനിച്ചുകൊണ്ടാണ് ക്രിസ്തു കൈമാറ്റം നടക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. ഈ പ്രസൻസ് എന്ന് പറയുന്ന ഉടമ്പടിയിലെ ഏറ്റവും വലിയ സംഭവം പ്രസൻസ് അല്ലേ? ഇപ്പം ആ കുഞ്ഞിൻ്റെ തന്നെ വയറ്റിൽ ദൈവത്തിൻ്റെ കരങ്ങൾ വന്ന് തടവി എന്നേക്കും വേണ്ട വയറുവേദന മാറ്റുന്നത് പ്രസൻസാണ്. പ്രസീന എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ്, പ്രസീന, അത് ഇന്നലെ മറ്റേ പറഞ്ഞു സാക്ഷ്യം. ഞാൻ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. പ്രസീനയുടെ സാക്ഷ്യം സങ്കടകരമായ സാക്ഷ്യം. പ്രസീന കൊല്ലംകോട്. അപ്പോൾ പ്രസീനയുടെ വിഷയം, പ്രസീനയുടെ അപ്പൻ മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു നല്ല കല്യാണത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കാൻ ആരുമില്ല. ആ പെട്ടെന്ന് സാഹചര്യത്തിൽ സമ്മർദ്ദം കൊണ്ടൊരു കല്യാണം, പെണ്ണല്ലേ വീട്ടിൽ നിർത്തണം, ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം നടത്തി. അത് ഭയങ്കര കുരിശായി. അതവിടെ കുടുംബക്കാര്യമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവസാനം എന്ത് വെച്ചാൽ അവർ തന്നെ ചെറുക്കൻ്റെ വീട്ടുകാരൻ്റെ കേസിന് പോകും. നോക്കിയേ, അപ്പനുമില്ല, ഭർത്താവുള്ളത്, അതും ഭയങ്കര ടോക്സിക്കായിപ്പോയി. ഒന്നുമില്ല, ഇവർക്ക് ആരുമില്ല, ഉടമ്പടി മാതാവ് മാത്രം. എല്ലാവരും പോയി. ആരും നമ്മുടെ കാര്യം അന്വേഷിക്കാനോ തിരക്കാനോ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ഇല്ലെന്ന് പറയരുത്. നിങ്ങൾ പറയണം, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ശ്രുതികട ഹല്ലേലൂയ. അപ്പൊ പ്രസീന ഒറ്റക്ക് ദൈവത്തിൻ്റെ കൂടെ ഒറ്റക്കാണ്. സിംഗിൾ വിത്ത് ഗോഡ് എന്ന് പറയത്തില്ലേ, അതുപോലുള്ള ജീവിത അനുഭവങ്ങളാണ്. സിംഗിൾ വിത്ത് ഗോഡ്, എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. അപ്പം ദൈവം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ജോലി അവൾ വെടിപ്പാട് ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ജോലി അവൾ വെടിപ്പാട് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഒരു ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എല്ലാവരും അമ്മ കാണുന്നുണ്ടല്ലേ, എനിക്ക് ഭർത്താവും ഇല്ല അപ്പനും ഇല്ല, എന്നെ ഒന്ന് കാണാത്തത് എന്താണ്? അതൊരു ഒന്നൊന്നര ചോദ്യമാണേ. അത് നിങ്ങൾക്ക് അങ്ങനെ ആയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എനിക്ക് ഭർത്താവുമില്ല അപ്പനുമില്ല, എല്ലാവരും നീ കാണുന്നുണ്ട്, എന്നെ എന്താ ഒന്ന് കാണാത്തത്? ഉടമ്പടി എഴുതി എനിക്ക് നിന്നെ കാണണമെന്ന്. ഉടമ്പടിയിൽ പുതുക്കുമ്പോൾ എഴുതണമാണ് എനിക്ക് നിന്നെ കാണണം. എന്നിട്ട് ഉടമ്പടി ഇട്ടിട്ട് അമ്മയുടെ കാര്യവും പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ട് പോകുവാൾ പോയി വടക്കാഞ്ചേരി ഒരു ആശുപത്രിയിൽ രോഗികളെ, ഒരു പാലിയേറ്റീവ് കെയറിൽ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോകും. ഉടമ്പടി വിധി പ്രകാരം രോഗി പരിചരണം ഉണ്ടല്ലോ, കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ബസ്സിന് പോവുകയാണ്. ബസ്സിന് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഒരു ചേടത്തി അപ്പോൾ ബസ്സിനായി ഇവിടെ ഇരിക്കുകയാണ്. അവർക്ക് സീറ്റ് കിട്ടി അതിൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ പ്രായം ചെയ്യുന്ന ഒരു വലിയമ്മ വന്നു, ഒരു കിറ്റൊക്കെ പിടിച്ചോണ്ട്. അപ്പോൾ ഉടനെ പ്രസ്സിനെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ അമ്മ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് ബസ്സിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പ്രസ്സിനോട് പരിശുദ്ധാത്മ പറഞ്ഞു, നീ ഇരുത്തിയ ആളെ ഒന്ന് നോക്കിക്കാന്ന് പറഞ്ഞു. ഉടനെ ഇരുത്തിയ ആളെ ഇവിടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കൃപാസനം മാതാവ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വല്ലാത്ത സാക്ഷ്യമാണത്. സിൽവർ ഗ്രേയിലിരിക്കുകയാണ്. എന്താ എഴുതിയിട്ടും പോയത്? അപ്പനുമില്ല, എനിക്ക് ഭർത്താവുമില്ല, എല്ലാവർക്കും നീ കാണുന്നുണ്ട്, എനിക്കൊന്ന് കാണണം. പിന്നെ 3 പ്രാവശ്യം കണ്ട്, ഒന്നല്ല 3 പ്രാവശ്യം. അപ്പം നമുക്ക് ആരുമില്ലെന്ന് നിങ്ങൾ ആരും പറയരുത്. എനിക്കെൻ്റെ അമ്മയുണ്ട്, അമ്മ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഈശോയുണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിത തകർച്ചകളിൽ ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ ചേർക്കുന്ന അവന്റെ സ്നേഹത്തിന് സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇതുപോലെയുള്ള വഴികളിലൂടെ പോകുമ്പോൾ ഇപ്പം പ്രസ്തീനായും കോടതി കേസാണ്. 7 കൊല്ലമായിട്ട് കേസ് പറയുകയാണ്. അപ്പനുമില്ല, ഭർത്താവുമില്ല, അവൾ ഒറ്റക്ക് നിന്ന് ദൈവം മാത്രമേ ഉള്ളൂ. ആ കേസ് ഉടമ്പടി എടുത്തോടുകൂടി അമ്മ കോടതിയിൽ പോയി അഡ്വക്കേറ്റായിട്ടാണ്, അമ്മ അഡ്വക്കേറ്റാണല്ല, കോടതിയിൽ പോയി അവൾക്ക് വേണ്ടി വാദിച്ച് അവൾക്കും മകൾക്കും അവളുടെ മകൾക്കും ആവശ്യത്തിന് പണം കോടതിയെ കൂടെ അനുഭവിപ്പിച്ച് അക്കൗണ്ടിലാക്കി കേസും ജയിച്ചു പോകുന്നു. എന്നിട്ട് പ്രശ്നത്തിൽ ഇത് അമ്മ ഏറ്റെടുക്കണം. നിങ്ങൾക്ക് വരുന്നൊരു പ്രശ്നം നിങ്ങൾ നടക്കുമായിരിക്കും അല്ലേ? അപ്പോൾ അവൾക്ക് നടന്ന് അവൾ ഭയങ്കര ലോകത്തിലുള്ള തരികിട പാർട്ടിയാണ്. അവൾ പോയി ഉടമ്പടി എടുത്ത് അവൾക്ക് നടന്നു. ഞാൻ ദൈവം എന്ന് പറഞ്ഞ് നടക്കണം, എനിക്കൊന്നും നടക്കണില്ല. ഇങ്ങനെ കുശുമ്പും പൗശീന്യം പറഞ്ഞ് നടക്കുക കുറേ ആൾക്കാർ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവാനുഭവം ഇല്ലാത്തത്. മറ്റുള്ളവർക്ക് നടന്ന ഉടമ്പടി നമ്മൾ നടക്കണം. അല്ല, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദൈവത്തിന് നിരക്കാത്ത സ്വഭാവങ്ങളോ രീതികളോ മാറ്റിയെടുക്കാൻ നോക്കുകയല്ല. മറ്റുള്ളവർ കിട്ടിയതിൻ്റെ കുശുമ്പും പൗശീന്യം പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് അസൂയം കയറി നടക്കണതുകൊണ്ടാണ് നിങ്ങളുടെ ഉടമ്പടി അത് സ്പ്രൗട്ടായിട്ട് വരാത്തതിൻ്റെ കാരണം അതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവത്തെ സ്നേഹിച്ച് 1 യോഹന്നാൻ 2:5 പ്രാർത്ഥിക്കുന്ന ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിയ ദൈവത്തിൽ വസിച്ച് ദൈവം എന്നിൽ വസിച്ച് നിത്യ ഉടമ്പടിയുടെ ഭാഗ്യമായി ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. നിങ്ങളുടെ വചനം പാലിച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കാവാസാക്കി അസുഖം വെച്ച് ശ്വാസവും മുട്ടി കൊച്ചു മരണ വെബ്രാളത്തിൽ ഐസിയുലും കിടക്കാതെ അപ്പൻ്റെ പെടലിക്ക് അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അമ്മയുടെ അടുത്ത് പോലും ആകുമ്പോൾ ആ കൊച്ചു പോണില്ല, പ്രിൻസിൻ്റെ കൊച്ചു പോണില്ല. പ്രിൻസിൻ്റെ പെങ്ങന്മാർ വന്ന് വെച്ചും പറഞ്ഞു, മാവേ ഇങ്ങോട്ട് വാ, മകൻ ഇങ്ങോട്ട് വാ, ഞാൻ ആൻറ്റി നോക്കിക്കൊള്ളാം. കൊച്ചു പോകത്തില്ല. കൊച്ചിനറിയാം അപ്പൻ്റെ പെടലിക്കെന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ ഡോക്ടർമാർ കൊണ്ടുപോയി ഐസി കിടത്തുമെന്നറിയാം. അതാണ് കൊച്ചു കൈ വിടാത്തത്. കൊച്ചു ഉണർന്നിരിക്കണം, ഉറങ്ങണ കൂടിയില്ല. രാത്രി മൊത്തം പെൻസിനെ ഉറക്കാതെ കുഞ്ഞുറങ്ങാതെ എന്നെ ഐസിയിൽ ഇടുമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പൻ്റെ പെടലിക്ക് അള്ളിപ്പിടിച്ചിരിക്കണം. എന്തൊരു ഗതികേട്. അവൻ നടന്ന വഴി അവനെ മുഴുവനും ഉറങ്ങാതെ നിന്നില്ലേ ഒരു രാത്രി? നിങ്ങൾ ഉറങ്ങാതെ നിൽക്കുമ്പോൾ വയസ്സിനെ ഓർത്തേക്കണേ. അവൻ അന്ന് അന്ത്യത്താഴത്തിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഈശോ കഴിക്കണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും, അപ്പായിടത്ത് നാളെ ഈ സമയത്ത് ഞാൻ അപ്പായിടത്തായിരിക്കും. ഇതൊക്കെ വെള്ളിയാഴ്ച രാത്രി അപ്പായുടെ മേശപ്പുറത്ത് നിന്നാണ് ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോണത്. ഇപ്പം നിങ്ങൾ കഴിക്കാൻ പറയും. അവൻ പട്ടിണി നിന്നാൽ നമുക്ക് വേണ്ടി ഉറക്കമില്ലാതെ വിസ്താരം മേടിച്ച് പിലാത്തോസിൻ്റെ അന്നാസിൻ്റെയും ഗുണ്ടകൾ അവനെ കയ്യാമം വെച്ച് അവൻ്റെ മുതുകിൽ ഉഴുത് അവൻ ഒരു ചോരക്കട്ടയാക്കിയപ്പോൾ അവൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാത്ത രാത്രികൾ അവകാശമായി വരുമ്പോൾ അവൻ നടന്ന വഴിയിലൂടെ നടന്നു വന്നുകൊണ്ട് ഉടമ്പടി പ്രഖ്യാപിക്കാൻ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ക്രൂശിൽ കണ്ടു
സ്നേഹത്തെ ആഴമാർന്ന നിൻ മാർഗ്ഗത്തെ പകരം എന്തോ നൽകും ഞാനിനി. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തോ നൽകും ഞാനിനി. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോനെ കുറിച്ച് ഇതൊക്കെ എഴുതപ്പെട്ടതാണ്. അത് എഴുതിയത് മോശയുടെ പുസ്തകത്തിലാണ്, സങ്കീർത്തനങ്ങളിലാണ്. അതൊക്കെ നിറവേറണമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുപോലെ നിൻ്റെ ജീവിതത്തിൽ എഴുതപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിറവേറുന്ന ഉടമ്പടിക്കാലത്ത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നിന്നെ ദൈവം കൈപിടിച്ച് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് പ്രിൻസിൻ്റെ ജീവിതം. നമ്മൾ ലുക്കാൻ്റെ സുവിശേഷം 24:44 വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 24:44. ലുക്ക 24:44. അവൻ അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും മോശയുടെ നിയമത്തിലും മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ് പൂർത്തിയാകേണ്ടത്? ഈശോ പൂർത്തിയായെന്ന് മരിച്ചു കഴിയുമ്പോൾ ഈശോ പറയുന്നതാണ് ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് എന്നാണ് പറയണത്. എല്ലാം പൂർത്തിയായി. എന്താണ് പൂർത്തിയായത്? മോശയിലെ തിരുവെഴുത്ത് പൂർത്തിയായി, സങ്കീർത്തനങ്ങളെ തിരുവെഴുത്ത് പൂർത്തിയായി, പ്രവാചകന്മാരുടെ തിരുവെഴുത്ത് പൂർത്തിയായി. എന്താണ് ആ തിരുവെഴുത്ത്? എന്താണ് ആ തിരുവെഴുത്ത് എന്ന് ലൂക്ക 24:46 പറയും. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ലൂക്ക 24:46 അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. അപ്പൊ നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അവൻ പറയണ പോലെയാണ് ചെയ്യേണ്ടത്. അവൻ പറയണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ പൂർണ്ണമാകുകയാണെങ്കിൽ ആ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷിയാക്കുന്നതാണ് ഉടമ്പടി. ശ്രുതികട ഹല്ലേലൂയ. ആദ്യം തന്നെ ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച ദൈവമാതാവിന് 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് എലിസബത്ത് സെബാസ്റ്റ്യൻ. ഞാൻ ചെങ്ങളത്ത് നിന്ന് വരുന്നു. 2019 എൻ്റെ മമ്മിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആ സമയത്ത് ഞാൻ +2 പഠിക്കുന്ന സമയമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ +2 എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഫുൾ A+ഓടുകൂടി പാസ്സാകണമെന്നായിരുന്നു. പക്ഷേ എനിക്ക് ഫിസിക്സ് എന്ന സബ്ജക്റ്റ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എത്രയൊക്കെ പഠിച്ചാലും എന്തെല്ലാം ഇക്വേഷൻസുകൾ പഠിച്ചാലും അതൊക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. +1 എക്സാം എഴുതിയപ്പോൾ പോലും എനിക്ക് ആദ്യത്തെ എക്സാമിൽ എനിക്ക് മാർക്ക് വളരെ കുറവായിരുന്നു. രണ്ടാമത് ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയപ്പം ആദ്യം കിട്ടിയതിനേക്കാട്ടിലും മാർക്ക് കുറവായിരുന്നു ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയപ്പം. പക്ഷേ +2 എക്സാമിന് എനിക്ക് 6 ദിവസം ഉണ്ടായിരുന്നു ഫിസിക്സ് എന്ന സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ 6 ദിവസവും പഠിക്കുമ്പം ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും മാതാവിനെ കാണിച്ചു തരുമായിരുന്നു, അത് നീ പഠിക്ക്, അത് എക്സാമിന് വരും. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കിയാലും ആ ഒരു ഡെറിവേഷൻസ് ഒരു തവണ എഴുതി കഴിഞ്ഞാൽ പോലും അത് ഒന്നുകൂടെ എഴുത്, അത് വരും, അത് പരീക്ഷയ്ക്ക് വരും എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ആരോ ഇങ്ങനെ പറയുന്നത് പോലെ തോന്നുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് പോയി. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ മമ്മിയോട് പറഞ്ഞു, എന്നാ കാണിച്ചാലും എനിക്ക് ഫിസിക്സിന് മാർക്ക് കിട്ടില്ല, എനിക്ക് ഫുൾ A+ കിട്ടില്ല. അപ്പോഴും മമ്മി പറഞ്ഞു കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്ക്. ഞാൻ കാശ് രൂപം വെച്ചായിരുന്നു എല്ലാ പരീക്ഷയ്ക്കും പോകുമ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫിസിക്സിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. എനിക്ക് തന്നെ എനിക്കറിയത്തില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പോലും ആ ക്വസ്റ്റ്യൻ പേപ്പറിലില്ലായിരുന്നു. മാതാവ് കാണിച്ചു തന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. എനിക്ക് വളരെ ഈസി ആയിരുന്നു എക്സാം.
അങ്ങനെ ഞാൻ എക്സാം എഴുതി. അപ്പോൾ ഞാൻ മാതാവിൽ ഒരുപാട് വിശ്വസിച്ചു, പൂർണ്ണമായിട്ട് ഞാൻ അടിയുറച്ച് വിശ്വസിച്ചു. പക്ഷേ എനിക്ക് മാത്സ് ആയിരുന്നു എനിക്ക് ഏറ്റവും എളുപ്പമുള്ള വിഷയം. മാത്സിന് എനിക്ക് ഏറ്റവും പാടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടിയത്. ഞാൻ അത്രയും നാൾ ചെയ്യാത്ത വിധത്തിലുള്ള ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഫിസിക്സിന് എനിക്ക് മാർക്ക് കിട്ടിയാലും മാത്സിനായിരിക്കും എനിക്ക് മാർക്ക് പോകുന്നതെന്ന്. പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ എന്നെ ഫുൾ A+ഓടുകൂടി പാസ്സാക്കണമെന്നായിരുന്നു. ഒരു പൂ ചോദിച്ചപ്പോൾ മാതാവ് എനിക്കൊരു പൂന്തോട്ടം തന്നെ തന്നു. ഞാൻ എൻ്റെ സ്കൂളിലെ ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി മാതാവ് എന്നെ പാസ്സാക്കി. ഫുൾ A+ പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് എല്ലാ വിഷയത്തിനും, ഞാൻ +2 എഴുതിയ ഓരോ വിഷയത്തിനും ഫുൾ മാർക്കോടുകൂടി മാതാവ് എന്നെ പാസ്സാക്കി. രണ്ടാമതായിട്ട് ഞാൻ +2 കഴിഞ്ഞ് ഞാൻ നഴ്സിങ്ങിന് ചേർന്നു. കേരളത്തിലെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ എനിക്ക് BSc നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ വിളിച്ച് എനിക്ക് കരയാൻ മാത്രമേ എനിക്ക് സമയമുള്ളായിരുന്നു. 1 മണിക്കൂറായിരുന്നു എനിക്ക് വീട്ടിൽ വിളിക്കാൻ സമയം. ആ 1 മണിക്കൂർ എനിക്ക് കരച്ചിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ എനിക്ക് ടഫായിരുന്നു. നഴ്സിങ്ങിന് ആദ്യത്തെ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നഴ്സിങ്ങിൻ്റെ ഒരു ഇൻറ്റേർണൽ എക്സാം നടത്തി. ആ ഇൻറ്റേർണൽ എക്സാമിൽ നഴ്സിങ്ങിൻ്റെ ഏറ്റവും ഫൗണ്ടേഷൻ ആയിട്ടുള്ള നഴ്സിംഗ് ഫൗണ്ടേഷൻ തന്നെ ഞാൻ പരാജയപ്പെട്ടു. അതെന്നെ ഏറ്റവും കൂടുതൽ തളർത്തി. ഇത്രയും മാർക്ക് വാങ്ങി ഞാൻ നഴ്സിങ്ങിൻ്റെ ഏറ്റവും ബേസിക് സബ്ജക്റ്റിന് തന്നെ തോറ്റുപോയല്ലോ എന്നോർത്തപ്പം അത് കാരണം ഞാൻ വീട്ടിൽ വിളിച്ച് എപ്പോഴും കരയുമായിരുന്നു. എൻ്റെ കരച്ചിൽ കാരണം വീട്ടുകാർ എന്നോട് പറഞ്ഞു, നീ കോഴ്സ് ഇട്ടിട്ട് പോരെ, അടുത്ത വർഷം നിനക്ക് വേറെ ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരാം. അത്രയ്ക്ക് എൻ്റെ വിഷമമായിരുന്നു. എനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ ഫസ്റ്റ് ഇയറിൽ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ലോക്ക്ഡൗൺ ആയി. മാതാവിനെ ഓരോ വിഷയവും വീട്ടിലിരുത്തി പഠിപ്പിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിൽ കയറിയ ഞാൻ ഉറക്കമാണ്. ടീച്ചർ ക്ലാസ്സിൽ വരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് തന്നെ അറിയത്തില്ല, ഞാൻ ഉറങ്ങിപ്പോവാണ്. ഫ്രണ്ടിലെ സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഞാൻ ഉറങ്ങിപ്പോവുമായിരുന്നു. പക്ഷേ വീട്ടിലിരുന്ന സമയത്തെല്ലാം എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതാണ് പഠിക്കേണ്ടത് എല്ലാം മാതാവിനെ പഠിപ്പിച്ചു തന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഞാൻ പോയി. അപ്പോഴും ഞാൻ മാതാവിൽ ആശ്രയിച്ചു. മാതാവിൻ്റെ കാശുരൂപം വെച്ചാണ് ഞാൻ എല്ലാ പരീക്ഷയും ഞാൻ അറ്റൻഡ് ചെയ്തത്. എല്ലാ പരീക്ഷ എഴുതുമ്പോഴും എഴുതി കഴിയുമ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഓരോ പേജിലും ഞാൻ കുരിശ് വരയ്ക്കാതെ, ഞാൻ എത്ര സമയമില്ലെങ്കിൽ പോലും ഞാനത് ചെയ്യാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ആൻസർ ഷീറ്റ് പോലും ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് വന്നു. ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറം മാർക്ക് തന്നു മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ക്ലാസ്സിലെ ഏറ്റവും പുറകിൽ കിടന്ന് ഞാൻ ആ ക്ലാസ്സിലെ ആദ്യത്തെ 10 പേരിൽ ഒരാളാക്കി മാതാവ് എന്നെ ഉയർത്തി. അങ്ങനെ സെക്കൻഡ് ഇയർ കഴിഞ്ഞു, തേർഡ് ഇയർ കഴിഞ്ഞു, എല്ലാം മാതാവ് എന്നെ പാസ്സാക്കി. അങ്ങനെ ഫോർത്ത് ഇയർ എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതിയെ എനിക്ക് മാർക്ക് കുറയാൻ തുടങ്ങി. ഓരോ ഇൻറ്റേർണൽ എക്സാമിനും 25 50 വേണ്ടതെങ്കിൽ എനിക്ക് 25 മാർക്കേ എനിക്ക് കിട്ടത്തുള്ളായിരുന്നു. എത്ര പഠിച്ചെങ്കിൽ പോലും 25 അല്ലെങ്കിൽ 25.5, അങ്ങനെ ഒരിക്കലും എനിക്കൊരു മാർക്ക് കൂടുതൽ എനിക്ക് കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ആദ്യത്തെ വിഷയം, യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഒബ്സ്ട്രറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന് പറയുന്ന വിഷയമാണ്. കടലുപോലെ പഠിക്കാനുണ്ട്, എവിടെ പഠിച്ചാലും തീരത്തില്ല. ആ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് പകുതി ദിവസം എടുത്താണ് ഞാൻ ആ പരീക്ഷയ്ക്ക് പഠിച്ചത്, ആദ്യത്തെ എക്സാമിന്. അങ്ങനെ തലേ ദിവസമായി പഠിച്ചിട്ടും എനിക്ക് തീരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇനിയും ഞാനിത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇനി ഒരുപാട് പഠിക്കാനുണ്ട്, പക്ഷെ പഠിച്ചതെല്ലാം മറന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴും ഞാൻ എല്ലാ ദിവസവും പഠിക്കുമ്പോൾ ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചാണ് പഠിക്കുന്നത്. എൻ്റെ കൈ വേർത്താൽ പോലും ഞാൻ എൻ്റെ കാശുരൂപം താഴെ വെക്കില്ലായിരുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു ചെറിയ രൂപമുണ്ട് എനിക്ക്. ഈ മാതാവിൻ്റെ രൂപം ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴും ഞാൻ മാതാവിനെ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു ഓരോ പഠിച്ച ടോപ്പിക്കുകൾ. പക്ഷേ പരീക്ഷ തലേദിവസം പഠിക്കാൻ ഇനിയുണ്ട്, എങ്കിൽ പോലും പഠിച്ചത് ഇനി നോക്കാമെന്ന് ഓർത്ത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ദിവസം, ഈ സ്റ്റഡി ലീവിൻ്റെ പകുതിയോളം ദിവസം എടുത്ത് പഠിച്ച എനിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല. ഞാൻ അവിടെ ഇരുന്ന് കരയണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ കരഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ സമയം പോകത്തേ ഉള്ളൂ. ഞാൻ മാതാവിനെ പിന്നെയും മുറുകെ പിടിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, നിന്നെ ആശ്രയിച്ചാണ് ഞാൻ ഈ എക്സാം എഴുതുന്നത്, മാതാവ് എന്നെ തോപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എക്സാമിൻ്റെ അന്ന് രാവിലെ ഒരു കുട്ടി, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്നെ എന്നോട് വന്ന് ചോദിച്ചു, എലിസബത്തെ ഇതൊന്ന് പറഞ്ഞു തന്നേ, പെട്ടെന്നൊന്ന് പറഞ്ഞു തന്നേന്ന് പറഞ്ഞു. ഒരു ടോപ്പിക്ക് എന്നിട്ട് തലേദിവസം നോക്കിയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ടോപ്പിക്ക് പോലും അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് മനസ്സിലായി എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന്. അവൾ പറഞ്ഞു, സാരമില്ലടി, നീ ഇവിടെ ഇരുന്ന് പഠിച്ചോ, ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഓർത്തു, എല്ലാം വളരെ ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ എക്സാം ഹോളിലോട്ട് കയറുന്നത്, പഠിച്ചതുപോലും എനിക്ക് ഓർമ്മയില്ല. അപ്പോഴും ഞാൻ ഈ കാശുരൂപം മുറുകെ പിടിച്ചു. തോപ്പിക്കുകയല്ല, മാതാവിൻ്റെ തോപ്പിക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എക്സാം ഹോളിലോട്ട് കയറി. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ
കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് തകർന്നു പോയി. 12 മാർക്കിലെ ക്വസ്റ്റ്യൻ എനിക്ക് ഒന്നും അറിയത്തില്ല, ഒന്നും തന്നെ എനിക്കറിയത്തില്ല, എന്താ എഴുതേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ അവസാനത്തേക്ക് മാറ്റി വെച്ച ആ ക്വസ്റ്റ്യന് വെറും 10 മിനിറ്റിലാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതിയത്. കേരള യൂണിവേഴ്സിറ്റിയിൽ BSc നഴ്സിംഗിന് പഠിക്കുന്നവർക്കറിയാം, 2-3 പേജ് എഴുതണം ഒരു എക്സാം 12 മാർക്കിലെ ചോദ്യത്തിന്. എനിക്ക് പോലും മാർക്ക് തരത്തുള്ളൂ. എനിക്ക് ഈ 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ വെറും 10 മിനിറ്റ് കൊണ്ട് എഴുതി എന്താവാനാണ്? ഒന്നും ആവത്തില്ല. ഞാൻ അത്ര എഴുതിയിട്ട് കാശ് രൂപം വെച്ച് ഞാൻ എല്ലാ പേപ്പറിലും കുരിശ് വരച്ചിട്ട് ഞാൻ സമർപ്പിച്ചു, എക്സാമിനർക്ക് സമർപ്പിച്ചു. എൻ്റെ റിസൾട്ട് വന്നു. തോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച സബ്ജക്റ്റാണ് OBM എഡ്യൂക്കേഷനും. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ച് പറഞ്ഞു, എലിസബത്തെ റിസൾട്ട് വന്നു. എനിക്ക് നോക്കാൻ പേടിയാണ്, കാരണം ഞാൻ തോറ്റു പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, നീ നോക്കിയിട്ട് എനിക്ക് ജയിച്ചെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി, അല്ല നീ എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം അവൾ നോക്കിയിട്ടൊന്നും വിളിക്കുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് കഴിയുമ്പോൾ ഞാൻ തോറ്റുപോയോ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഞാൻ തോറ്റുപോയോ, എപ്പോൾ എവിടെ പോയാലും കാശ് രൂപം ഇല്ലാതെ ഞാൻ പോകില്ല. അപ്പോഴും ഞാൻ കാശ് രൂപം മുറുകെ പിടിച്ചിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ റിസൾട്ട് നോക്കി. ഞാൻ ഒറ്റ ഒരു വേർഡ് മാത്രമേ ആ റിസൾട്ടിനകത്ത് നോക്കിയുള്ളൂ, പാസ്ഡ് എന്നുള്ള ഒരു ഒറ്റ വേർഡ് മാത്രം. അത് ഞാൻ കണ്ടു, മതി, എനിക്കിത് മതി, ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് നോക്കി, ഏതായാലും എഴുതിയതല്ലേ എക്സാം, എന്നാൽ എല്ലാത്തിനും ഒന്ന് മാർക്ക് കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം മാർക്ക് നൽകി എന്നെ മാതാവ് അനുഗ്രഹിച്ചു. ഈ കഴിഞ്ഞ 3 വർഷവും ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്ന വേർഡ് പോലും പറയാനുള്ള യോഗ്യത എനിക്കില്ല. മാതാവ് എന്നെ ഡിസ്റ്റിങ്ഷനോടെ 4ാമത്തെ വർഷം എന്നെ പാസ്സാക്കി. 3ാമതായിട്ട് ഞാൻ ഇരട്ടയാണ്, എനിക്കൊരു ഇരട്ട സഹോദരൻ കൂടെയുണ്ട്. ഇപ്പം BCom കഴിഞ്ഞിട്ട് അവന് കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് IELTS എഴുതി. ആദ്യത്തെ തവണ IELTS എഴുതി കഴിഞ്ഞപ്പോൾ അവന് കിട്ടിയില്ല. 2ാമത്തെ തവണ അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അപ്പം മമ്മിയായിരുന്നു ഇത്ര നാൾ ഉടമ്പടി എടുത്തത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം 2ാമതൊന്നുകൂടെ IELTS എഴുതി. ആ IELTSൽ അവന് റിക്വയർഡ് സ്കോറോടെ അവൻ പാസ്സായി. അപ്പോഴൊക്കെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഓരോ പ്രോസസ്സിങ്ങിൻ്റെ സമയത്തും മാതാവിൻ്റെ കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കാതെ ഞങ്ങൾ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. അങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ വിസ ഒരു റിജക്ഷനും കൂടാതെ എല്ലാം ശരിയായി വന്നു. ഫസ്റ്റ് ഇയറിലെ ഫീസ് വരെ ഞങ്ങൾ ഫീസ് അടച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവന് ഭയങ്കര ടെൻഷനായി. കാനഡയ്ക്ക് പോകുന്ന പിള്ളേർക്ക് ആർക്കും ജോലി കിട്ടുന്നില്ല. 3-4 മാസം അവിടെ പിള്ളേർ ജോലിയില്ലാതെ കഷ്ടപ്പെടുവാന്ന് അവന് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം വീഡിയോ കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് പൈസ റീഫണ്ട് അടിക്കാം. അപ്പം മമ്മി പറഞ്ഞു, മാതാവ് ഇത്രയും കൊണ്ട് നടന്നു, ഇത്രയും നിന്നെ ഇവിടെ വരെ എത്തിച്ചു, ടിക്കറ്റ് വരെ എടുത്തു, അവസാന നിമിഷം നീ പറയരുത്, പോകുന്നില്ല എന്ന് മാത്രം നീ പറയരുത്. തലേദിവസം വരെ, അതായത് കാനഡയ്ക്ക് പോകുന്നതിൻ്റെ തലേദിവസം വരെ അവൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല, റീഫണ്ട് അടിക്കാമെന്ന്. പക്ഷേ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളായ ഓഗസ്റ്റ് 15-ാം തീയതി അവൻ ഭയങ്കര മടിയായിട്ടാണ് പോയത്. നെഞ്ചുരുകിയാണ് എൻ്റെ ആങ്ങള ഇവിടുന്ന് കാനഡയ്ക്ക് പോയത്. അങ്ങനെ അവിടെ പോയി. ഞാനപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി അതിൻ്റെ ഇടയ്ക്ക് പുതുക്കി. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പത്രം കൊടുക്കാൻ യാതൊരു പ്രയാസവും ഇല്ലായിരുന്നു. ഞാൻ എല്ലാ വാർഡുകളിലും കൂടെ നടന്ന് പത്രം കൊടുക്കുമ്പം ഓരോ പത്രം കൊടുക്കുമ്പോഴും എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആ പത്രത്തിൽ വേണമെന്ന് വിചാരിച്ച് എല്ലാ പത്രത്തിൻ്റെയും മുകളിൽ ഞാൻ ഓരോ വചനങ്ങൾ എഴുതിയിട്ടായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അതുപോലെ തന്നെ പത്രം കൊടുത്ത് വീട്ടിൽ വന്നു കഴിയുമ്പം എത്ര പത്രം കൊടുത്തോ അത്രയും വിശ്വാസപ്രമാണം ഞാൻ ചൊല്ലിയായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. ഒരു ജോലി പോലും, ഒരു ഡിഷ് വാഷറിൻ്റെ ജോലിയെങ്കിലും കിട്ടണേ എന്ന് പ്രതീക്ഷിച്ച് പോയ അവന് ഞാനിവിടെ നിന്ന് കാശ് രൂപം വെച്ച് ഇൻഡീഡ് വഴി ഞാൻ അപ്ലൈ ചെയ്തതിനകത്ത് ഒരു ഇൻ്റർവ്യൂവിന് അവനെ വിളിച്ചു. ആ ഇൻ്റർവ്യൂവിന് അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത് അത് കാനഡയിലെ തന്നെ പോസ്റ്റ് ഓഫീസിലേക്കുള്ള ജോലിക്ക് വേണ്ടിയിട്ടാണ് അവനെ വിളിക്കുന്നതെന്ന്. ആദ്യം ആ പോസ്റ്റ് ഓഫീസിലെ മാനേജർ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഞാനും അവനും ഓൺലൈൻ വഴി ഇവിടുത്തെ പ്രതിഷേധ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിയിട്ടാണ് അവൻ കയറിയത്. ഇൻ്റർവ്യൂവിന് കയറി തിരിച്ച് അവൻ എന്നെ വിളിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എടി ഒന്നും അവർ പറഞ്ഞില്ല, അവരെന്നൊരു പേപ്പർ മാത്രം തന്നെ എന്നെ തിരിച്ചു വിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ UK-ലാണ്. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു, എടാ ഡോണി ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി, അവനൊരു പേപ്പർ തന്ന് അവനെ തിരിച്ചു വിട്ടു എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എടി നീ അവനോട് പറയണ്ട, എങ്കിൽ അവനെ എടുത്തിട്ടില്ല. കാരണം ഇവിടുത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേപ്പർ തന്നു വിടുവാണെങ്കിൽ ഇനിയൊരു അവസരം വരുമ്പം വിളിക്കാമെന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അവൻ എന്നെ തിരികെ വിളിച്ചു. രാത്രി 1 മണിയായപ്പോൾ അവൻ എന്നെ തിരികെ വിളിച്ചു. ഒരു ജോലിയും പ്രതീക്ഷിച്ച് പോയ അവന്, ഒരു ഡിഷ് വാഷറിൻ്റെ എങ്കിലും ജോലി കിട്ടണേ എന്ന് പ്രതീക്ഷിച്ച് പോയ അവന് കാനഡ പോസ്റ്റിൽ അമ്മ ജോലി നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ആ കാനഡ പോസ്റ്റ് ഓഫീസിലെ അതേ ജോലിയുടെ റെഫറൻസ് വെച്ച് അവൻ വേറൊരു പോസ്റ്റ് ഓഫീസിൽ അപ്ലൈ ചെയ്തു. ആ പോസ്റ്റ് ഓഫീസിലും അവനെ വിളിച്ചു. അങ്ങനെ 2 പോസ്റ്റ് ഓഫീസിൽ അവന് ജോലി കിട്ടി.
അതുമാത്രമല്ല, ഒന്നെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞ് പോയ അവന് ഇപ്പം 3 ജോലികൾ അവൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവൻ എന്നെ വിളിച്ചു, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്തത്രയും ജോലിയായിട്ട് ഞാൻ ഒരു നേരം പോലും വെറുതെ ഇരിക്കുന്നില്ല. പോയ സമയത്തൊക്കെ അവൻ എന്നെ വിളിച്ച് കരയുമായിരുന്നു. എടി, എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഇൻഫോസിസിലും ടെക്നോ പാർക്കിലും ഒക്കെ പോയിട്ട് ജോലി കഴിഞ്ഞിട്ട് അവർക്കൊക്കെ എന്നെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് കഴിവില്ല, എനിക്ക് ആരും റെക്കമെൻഡ് ചെയ്യാനില്ല. അപ്പോഴും ഞാൻ പറയുമായിരുന്നു, നിനക്ക് വേണ്ടി മാതാവ് റെക്കമെൻഡ് ചെയ്യും. ആ പോസ്റ്റ് ഓഫീസിലെ മാനേജർ ഒരു മലയാളിയായിരുന്നു. ആ മലയാളി ഇവനോട് പറഞ്ഞു, നിനക്കെന്തോ അത്ഭുതമുണ്ട്, ഒരിക്കലും നിനക്ക് കിട്ടാൻ പറ്റത്തില്ലാത്ത ജോലിയായിരുന്നത്. ആ ജോലി തന്നെ മാതാവ് അവന് നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ വളരെ മെലിഞ്ഞിട്ടൊരു വ്യക്തിയായിരുന്നു, ഒട്ടും എനിക്ക് വണ്ണമില്ലായിരുന്നു. അപ്പം എന്നെ കാണുന്നവരൊക്കെ എന്നോട് പറയുമായിരുന്നു, ഏത് റേഷൻ കടയിൽ നിന്നാണ് കൊച്ചു ചോറും അരി വാങ്ങിക്കുന്നത്, അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും രോഗമുണ്ടോ. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചർമാരുടെ പരാതി, എന്നോടൊരു ടീച്ചർ എൻ്റെ മുഖത്ത് നോക്കി വരെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും നാണക്കേടാണ് എന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ ഒരു പരിപാടിക്കും ഞാൻ പോകത്തില്ലായിരുന്നു, മരിച്ചടക്കിനായിരുന്നു ഞാൻ പോകുന്നത്, അതും അത്രയ്ക്ക് അടുത്ത റിലേറ്റീവ്സിൻ്റെ മാത്രം. അത്രയ്ക്ക് എനിക്ക് നാണക്കേടായിരുന്നു. പോകുന്നവരും വരുന്നവരും ഒക്കെ എന്നോട് ഈ ചോദ്യം, നീ എന്നെ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നേ, നീ എന്നെ ഒന്നും കഴിക്കത്തില്ലാത്ത. ഈ പരാതികൾ കേട്ട് ഞാൻ മടുത്തു. അപ്പം നേഴ്സിങ്ങിനും കൂടെ ചേരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നോട് പറഞ്ഞു, നേഴ്സിങ്ങിനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നല്ല രസമായി, ഇപ്പം ഏത് കോലമാണോ ആ കോലത്തിനേക്കാളും ഒരു പകുതി രൂപത്തിലായി വരുമെന്ന് പറഞ്ഞു. 38 കിലോയേ ഉള്ളായിരുന്നു ഞാൻ നഴ്സിങ്ങിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ. ഇന്ന് ഞാൻ ഈ അൽത്താരയിൽ നിൽക്കുന്നത് ഒരു BSc നഴ്സായിട്ടാണ്. എനിക്ക് ഇന്ന് രാവിലെയും കൂടി ഞാൻ വെയിറ്റ് നോക്കിയിട്ട് വന്നയാളാണ്. 56 കിലോയുണ്ട് ഞാൻ. മാതാവ് തന്നതാണെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്രം ഞാൻ മെഡിക്കൽ കോളേജിൽ കൊടുക്കുമായിരുന്നു. അതുകൂടാതെ തന്നെ ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിൽ അവർക്കാകുമ്പോൾ ഒത്തിരി നേരമുണ്ട്, ഞാൻ എല്ലാ ഓട്ടോ ചേട്ടന്മാരുടെ അടുത്തും പോയി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ പത്രം കൊടുക്കുമ്പോഴും എൻ്റെ കോൺട്രിബ്യൂഷൻ അതിനകത്ത് വരണമെന്ന് ഓർത്ത് ഞാൻ എല്ലാ പത്രത്തിൻ്റെ മുകളിലും ഓരോ വചനം എഴുതിയിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ക്യാൻസർ വാർഡുകളിൽ ഞാൻ പോയി സന്ദർശിക്കുമായിരുന്നു. എനിക്ക് പറ്റുന്നത് പോലെ എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നവർക്കെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ സഹായം ചെയ്യുമായിരുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു.